മക്കളെ, നിങ്ങൾ എന്തൊരു മുന്നറിയിപ്പില്ലാതെ ഇന്നലെ കൂടി ഞാൻ അമ്മുവിനെ വിളിച്ചതാണല്ലോ. അപ്പോൾ പോലും വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അവരെ കണ്ടതും ശിവരാമൻ ചോദിച്ചു. ഒന്നുമില്ല അങ്കിൾ, നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. പിന്നെ ഇന്നലെ അങ്കിൾ വിളിച്ചപ്പോൾ ഞങ്ങൾ മേലേപ്പാട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ പറയാതിരുന്നത്, ദേവൻ പറഞ്ഞു. രാധികേ, രാധികേ, ദേ ഇത് ആരൊക്കെ വന്നേക്കുന്നെന്ന് നോക്കിക്കേ. ശിവരാമൻ അകത്തേക്ക് നോക്കി വിളിച്ചു. നിങ്ങൾ വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എന്താ ശിവേട്ടാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? എനിക്കകത്ത് പണിയുണ്ട്. അതും പറഞ്ഞ് അകത്തുനിന്ന് വന്ന രാധിക ദേവനെയും അമ്മുവിനെയും കണ്ടു. ആഹാ മക്കളെ, നിങ്ങളായിരുന്നോ? ഇത് എന്തു പറ്റി? ഇന്നലെ നീയൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്റെ അമ്മക്കുട്ടിക്ക് ഒരു സർപ്രൈസ് തന്നതല്ലേ. അല്ല അമ്മു, നീ ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലേ? പെണ്ണിനെ കോലെ നോക്കിക്കേ, ആകെ കണ്ണ് രണ്ടും ഇപ്പൊ പുറത്തേക്ക് വന്നെന്ന് ചോദിച്ചാ മതി. രാധിക അവളെ കളിയാക്കി. അമ്മേ, കൊള്ളാം, അമ്മയെ കാണാൻ ഓടി വന്നപ്പോൾ എന്നെ കളിയാക്കുന്നോ? അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ, ഇനി നീ അതിന് ദേഷ്യപ്പെടണ്ട. മക്കളെ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതും പറഞ്ഞ് രാധിക അടുക്കളയിലേക്ക് പോയി. ഒപ്പം അമ്മുവും പോയി. പിന്നെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? അവിടെ സുഖമല്ലേ? അമ്മ മോളെ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല അങ്കിൾ, ആദ്യമൊക്കെ അവൾക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ വിട്ടു നിന്നതിൻ്റെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അവൾ എല്ലാത്തിനോടും ഇപ്പോൾ പൊരുത്തപ്പെട്ടു. മോനെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒത്തുപോകാൻ കുറച്ച് സമയമെടുക്കുമെന്ന് എനിക്കറിയാം. രണ്ടുപേർക്കും പൂർണ്ണ സമ്മതത്തോടെ നടന്ന കല്യാണമല്ലല്ലോ. അവൾ പാവമാണ് മോനെ. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവൾക്ക് അറിയൂ. അവൾ പതിയെ മോനെ സ്നേഹിച്ചു തുടങ്ങിക്കോളും. ശിവരാമൻ പറഞ്ഞത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ആ, ഇനി എന്തെങ്കിലും കുടിക്കേ, എന്നിട്ടാകാം വിശേഷം പറച്ചിൽ. അതും പറഞ്ഞുകൊണ്ട് രാധിക അടുക്കളയിൽ നിന്ന് വന്നു. പുറകിൽ അമ്മുവും ഉണ്ടായിരുന്നു. അച്ഛാ, പ്രിയ. വേണ്ട മോനെ, അവളുടെ കാര്യം പറയണ്ട. എന്നെയും ഈ കുടുംബത്തെയും നാണം കെടുത്തിട്ട് പോയവളാ. ഇവൾ ഉള്ളത് കൊണ്ടാണ് അന്ന് ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശിവരാമ അമ്മുവിൻ്റെ തലയെ തലോടിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാം അങ്കിൾ. ഞാൻ പറയാൻ വന്നത് അതല്ല. പ്രിയ, അവൾ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അവളോ? അവൾ എന്തിനാ നിങ്ങളെ കാണാൻ വന്നത്? അത് അങ്കിൾ. അവൻ പതിയെ അമ്മുവിനെ നോക്കി. ആദ്യം അവനൊന്നും മടിച്ചെങ്കിലും പിന്നെ ഉണ്ടായതൊക്കെ അവരോട് പറഞ്ഞു. അമ്മു മോളെ, നീ എന്ത് പണിയാ കാണിച്ചത്? അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് അവളായിട്ട് വേണ്ടെന്ന് വെച്ച ജീവിതമാണ്, അല്ലാതെ ആരും തട്ടിത്തെറിപ്പിച്ചതല്ല. മോൾ അങ്ങനെ ചെയ്യും മുന്നേ ഞങ്ങളൊന്നും ഓർക്കായിരുന്നില്ലേ? ശിവരാമൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. അച്ഛ, ഞാൻ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൊട്ടബുദ്ധിക്ക് തോന്നിപ്പോയതാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. സോറി അച്ഛ. അതും പറഞ്ഞ് അവൾ ശിവരാമൻ്റെ നെഞ്ചിലേക്ക് വീണു. മതി മതി, അച്ഛനും മോളും എണീറ്റ് വാ, ഭക്ഷണം കഴിക്കാം. ദേവ, മോനും വാ. എല്ലാവരെയും വിളിച്ച് രാധിക അടുക്കളയിലേക്ക് പോയി. അമ്മു ചെല്ല്, മോള് പോയി മുഖം കഴുകി വാ. എന്നിട്ട് അമ്മയെ എല്ലാം എടുത്തു വെക്കാൻ സഹായിക്ക്. ചെല്ല്. ശിവരാമൻ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. മോനെ വാ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങളൊക്കെ. ദേവനെയും വിളിച്ച് ശിവരാമൻ ഡൈനിങ് ഏരിയയിലേക്ക് പോയി. മിനു, എന്തായി? എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇല്ല പ്രിയ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അന്വേഷിച്ചു, പക്ഷെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഹോസ്പിറ്റൽ തിരക്കിയപ്പോൾ അവൻ ഒരാഴ്ച ലീവാണെന്ന് അറിഞ്ഞു. പക്ഷെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഫ്ലാറ്റിലും തിരക്കി, അവിടെ ഉള്ളവർക്കും അറിയില്ല. മിനു, ഇനിയൊരു പക്ഷേ അവർ നാട്ടിലേക്ക് പോയി കാണോ? ഇല്ല പ്രിയ, എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് അവിടെ അന്വേഷിച്ചപ്പോൾ അവർ അവിടെ എത്തിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇവര് എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? മിനു, എവിടെയാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം. പ്രിയ, നീ ഇങ്ങനെ ടെൻഷൻ ആവരുത്. അവരെ ഞാൻ കണ്ടുപിടിച്ചോളാം. നീ വെറുതെ BP കൂട്ടരുത്. ഡോക്ടർ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അത് നീ മറക്കരുത്. നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, നിന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുമുണ്ട്. നിന്റെ ഓവർ ടെൻഷൻ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. എനിക്കറിയാം മീനു, പക്ഷെ എല്ലാം ഓർക്കുമ്പോൾ അവൾ ആ ശിഖ, അവൾ കാരണമാണ് എനിക്കെല്ലാം നഷ്ടമായത്. എൻ്റെ അച്ഛനും അമ്മയും എന്നിൽ നിന്ന് അകന്നത്. ഇപ്പോൾ അവൾക്ക് എന്നെ കാണുന്നത് പോലും വെറുപ്പാണ്. അതിന് കാരണം അവളാണ്. ആ ദേവനുമായുള്ള എൻ്റെ കല്യാണം തീരുമാനിച്ചത് അവൾക്കറിയാമായിരുന്നു. എന്നിട്ട് എന്നോട് അവൾ അത് പറഞ്ഞില്ല. വിവാഹനിശ്ചയം നടന്ന അന്നാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറയുമായിരുന്നു. അവരുടെ സമ്മതത്തോടെ തന്നെ നമ്മുടെ കല്യാണം നടന്നേനെ. പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരെയായി. അച്ഛനെയും അമ്മയെയും നാണം കെടുത്തിയവളായി. എല്ലാത്തിനും അവളാ കാരണം. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പോകുന്നത്. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും അവരുടെ സന്തോഷമല്ലേ നോക്കിയത്? ആരും എൻ്റെ സമ്മതം ചോദിച്ചില്ലല്ലോ. ഇപ്പോൾ അവളെ അച്ഛനും അമ്മയും തലയിൽ കയറ്റിയാവും നടക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് പകരം ആ ദേവൻ്റെ മുന്നിൽ അവൾ തലകുനിച്ച് കൊടുത്തല്ലോ. അവളല്ലേ കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചത്. അതുകൊണ്ട് മുമ്പത്തേക്കാളും സ്നേഹമായിരിക്കും രണ്ടാൾക്കും. പ്രിയ, അതൊക്കെ നീ വിട്. എല്ലാം കഴിഞ്ഞതല്ലേ. ഇനി നമുക്ക് വരാനുള്ളത് നോക്കാം. കുറച്ച് ദിവസം കൂടി നമുക്ക് നോക്കാം. അവർ വരുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് അപ്പോൾ നോക്കാം. പിന്നെ പ്രിയ, ഇനി അവരെ തമ്മിൽ അകറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ദേവൻ അവൻ്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് പറഞ്ഞു കാണും. അവൻ്റെ ഇഷ്ടം അവൾ അറിഞ്ഞു കാണും. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവർ ഇപ്പോൾ നല്ല അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടും ജീവിക്കുന്നുണ്ടാവുക.
വിനു, നീ പറയുന്നത് ശരിയാ, ആ സംശയം എനിക്കുമുണ്ട്. ഇനി നീ അവളുടെ മുന്നിൽ പോയി എത്ര അഭിനയിച്ചാലും അന്ന് ചെയ്ത പോലെ അവൾ മാറിത്തരാൻ തയ്യാറാവില്ല, അത് ഉറപ്പാ. അത് സാരമില്ല വിനു, അതല്ലെങ്കിൽ മറ്റൊരു വഴി തെളിയും. എന്തായാലും അവരുടെ പതനം കണ്ടിട്ട് ഞാൻ അടങ്ങും. അങ്കിൾ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ദേവൻ പറഞ്ഞു. എന്താ എന്താ മോനെ കാര്യം? ശിവരാമൻ തെല്ലും ആശങ്കയോട് ചോദിച്ചു. അത് അങ്കിൾ, എനിക്കിത് എങ്ങനെ ചോദിക്കണമെന്നറിയില്ല. എൻ്റെ ചോദ്യം അങ്കിളിനും ആൻറ്റിക്കും വിഷമമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ അവനൊന്ന് നിർത്തിയിട്ട് അമ്മുവിനെ നോക്കി. അവളും അവനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ദേവ, മോനെ എന്താ കാര്യം? മോൻ എന്നോട് എന്തും ചോദിക്കാം. മരുമകനായിട്ടല്ല, സ്വന്തം മകനായിട്ടേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആൺമക്കളില്ലാത്ത എനിക്ക് നീ എന്നും എൻ്റെ മകനാണ്. മോൻ എന്താന്ന് വെച്ചാൽ ചോദിക്ക്. ശിവരാമൻ്റെ വാക്ക് കേട്ടപ്പോൾ ദേവന് ചെറിയൊരു ആശ്വാസം തോന്നി. അങ്കിൾ, എനിക്ക് അറിയേണ്ടത് അമ്മുവിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നാണ്. അവൻ്റെ ചോദ്യം കേട്ട് ശിവരാമനും രാധികയും ഞെട്ടി. മോനെ ദേവ, അത്... അയാൾ വാക്കുകൾക്കായി പരതി. ഒപ്പം അയാളുടെ ദൃഷ്ടി അമ്മുവിൽ പതിഞ്ഞു. അവൾക്ക് എല്ലാം അറിയാം അങ്കിൾ. സത്യത്തിൽ എനിക്കല്ല, അവൾക്കാണ് ഇത് അറിയേണ്ടത്. അവൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മടി കൊണ്ടാ ഞാൻ ചോദിച്ചത്. മോളെ, എനിക്കെല്ലാം അറിയാം അച്ഛാ. ഓർക്കുന്നുണ്ടോ 2 കൊല്ലം മുമ്പ് അച്ഛൻ്റെയും അമ്മയുടെയും 30ാം വാർഷികം നമ്മൾ ആഘോഷിച്ചത്? അന്ന് ഞാൻ അച്ഛനെയും അമ്മയെയും വിളിക്കാനായി മുറിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങളെ രണ്ടാളെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ ഒന്നും ചോദിക്കാതെ ഇരുന്നത്. അവൾ പറഞ്ഞു തീർന്നതും രാധിക അവളെ ഇറുകെ പുണർന്നു. മോളെ, ഞങ്ങൾ മോളോട്... അറിയാം അച്ഛാ, നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരിക്കലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ആരും അല്ലാതിരുന്നിട്ട് കൂടി എന്നെ നിങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചു. പ്രിയേച്ചിയോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹവും കരുതലും നിങ്ങൾ രണ്ടാളും എനിക്ക് തന്നു. ഒരിക്കലും ഞാൻ നിങ്ങളുടെ മകളല്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കറിയണം എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന്. അവർക്ക് എന്നെ നഷ്ടപ്പെട്ടതാണോ അതോ എന്നെ ഉപേക്ഷിച്ചതാണോ, എല്ലാം എനിക്കറിയണം. അവളുടെ ഉറച്ച വാക്കുകൾ കേട്ട് ശിവരാമൻ രാധികയും മുഖത്തോട് നോക്കിയിരുന്നു. അച്ഛാ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. പ്രിയേച്ചിയെ അച്ഛൻ വിളിക്കണം. അവരോടുള്ള എല്ലാ ദേഷ്യവും മാറ്റണം. ചേച്ചിക്ക് വിനീതിനെ അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് അന്ന് ഇറങ്ങിപ്പോയത്. ഇല്ല അമ്മു, അവളോട് പോർക്കാനാവില്ല. നീ ഇപ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ. ആ അവൾ നിന്നോട് ചെയ്തതെന്ന് മോള് മറക്കരുത്, ശിവരാമൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അച്ഛാ, ചേച്ചി എന്നോട് കാണിച്ചതിനെല്ലാം ചേച്ചിക്ക് ചേച്ചിയുടേതായ ന്യായമുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്നെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ചേച്ചിക്ക് കിട്ടേണ്ടതല്ലേ? നിങ്ങൾ രണ്ടാളും എപ്പോഴും എന്നെ കൂടുതൽ സ്നേഹിച്ചു. അതൊക്കെ ചേച്ചിയുടെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞിരുന്നു. അത് ചേച്ചി വലുതായപ്പോൾ എന്നോടുള്ള ദേഷ്യവും വളർന്നു. നമുക്ക് ചേച്ചിയെ കുറ്റം പറയാനാവില്ല. സ്വന്തം അച്ഛനും അമ്മയും തന്നേക്കാൾ കൂടുതൽ അവരുടെ ആരുമല്ലാത്ത ഒരാളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ആർക്കും ദേഷ്യം തോന്നും. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്കിൾ, പ്രിയ ചെയ്തത് തെറ്റാണ്. പക്ഷെ അമ്മ പറഞ്ഞതുപോലെ പ്രിയയുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്ക്. അവിടെ പ്രിയക്ക് അവളുടെ ശരികളുണ്ട്. പിന്നെ അങ്കിൾ, പ്രിയയും വിനീതിനെയും നിങ്ങൾ വിളിക്കണം. അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പ്രിയക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം ആവശ്യമാണ്. കാരണം അവൾ ഇപ്പോൾ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സമയത്ത് നിങ്ങൾ അവൾക്കൊപ്പം വേണം. ദേവൻ പറഞ്ഞത് കേട്ട് അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം മനസ്സിലായത് കൊണ്ടാവണം അവൻ അതേന്ന് തലയാട്ടി. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് പ്രിയയെ കാണിക്കുന്നത്. എൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ. അങ്ങനെയാണ് ഞാൻ ഇത് അറിഞ്ഞത്. അച്ഛാ, ദേവേട്ടൻ പറഞ്ഞതുപോലെ ചേച്ചിക്ക് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരെ വിളിക്കണം. എന്നെ രണ്ടുപേരും സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. പിന്നെ ചേച്ചി വരുമ്പോൾ എന്നെപ്പറ്റി ഒന്നും, എന്തിന് എൻ്റെ പേര് പോലും പറയരുത്. അത് ചേച്ചിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ചേച്ചിയുടെ സന്തോഷമാണ് വലുത്. അത്രയും പറഞ്ഞ് അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വന്നിരുന്നു. അച്ഛാ, അച്ഛന് എന്തെങ്കിലും അറിയാമോ? എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എന്തെങ്കിലും? അമ്മു, എനിക്ക് മനസ്സിലാകും മോളുടെ വിഷമം. പക്ഷേ ഞാൻ അന്ന് ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അങ്കിൾ, ഒന്ന് ഓർത്തു നോക്ക്. എന്തെങ്കിലും ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ മതി. അവൻ പറഞ്ഞു തീർന്നതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ശിവരാമൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഒരു ചെപ്പുമായി പുറത്തേക്ക് വന്നു. മോളെ, അന്ന് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നതാണ് ഇത് രണ്ടും. ശിവരാമൻ അവൾക്ക് നേരെ ഒരു മോതിരവും മാലയും വെച്ച് നീട്ടി. ഈ മോതിരത്തിൽ ശിവ എന്ന പേര് കുത്തിയിട്ടുണ്ട്. അത് മോളുടെ അച്ഛനും അമ്മയും ഇട്ട പേര് തന്നെയാണ്. ഇതല്ലാതെ വേറൊന്നും എനിക്ക് അറിയില്ല അമ്മു. അവൾ ആ മാലയും മോതിരവും മാറി മാറി നോക്കി. മോതിരത്തിൽ ശിവ എന്ന പേര് കുത്തിയിട്ടുണ്ട്. പിന്നെ ആ മാലയിൽ വൃത്താകൃതിയിൽ ഉള്ളൊരു ലോക്കറ്റുണ്ട്. അതിൽ കൃഷ്ണൻ്റെ ചെറിയൊരു ചിത്രമുണ്ട്. ഒപ്പം വേറെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിക്കാൻ പറ്റുന്നില്ല. അവൾ ദേവനെ നോക്കിയതും ദേവൻ അവളെ തന്നെ കണ്ണെടുക്കാൻ നോക്കുന്നത് കണ്ടു. ആ കണ്ണിൽ എന്തെന്നില്ലാത്ത സന്തോഷം കണ്ടു. ദേവേട്ട, ദേവേട്ട, അവൾ അവനെ തട്ടി വിളിച്ചു. അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ മാല വാങ്ങി അതിലേക്ക് നോക്കി. ശേഷം അവൻ്റെ നോട്ടം വീണ്ടും അമ്മുവിൽ ചെന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ആ കണ്ണുകൾ സന്തോഷമായിരുന്നു. ചക്കി, അവൻ അമ്മുവിനെ നോക്കി വിളിച്ചു.
തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്